ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം 119 സങ്കീർത്തനത്തിൻ്റെ 155 വചനത്തിൽ പറയാണ്, രക്ഷ ആർക്ക് ലഭിക്കും എന്ന് ആർക്ക് ലഭിക്കില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് 155 പറയുകയാണ്, രക്ഷ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു, അവർ നിൻ്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ. അവിടെ പറയുന്നത് രക്ഷ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുന്നവർക്കാണ് രക്ഷ ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ വചനപ്രകാരം അല്ലെങ്കിൽ ചട്ടപ്രകാരം ജീവിക്കാത്തവർ ദുഷ്ടന്മാരാണ് എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ ദുഷ്ടനാണോ? ദൈവിക ചട്ടങ്ങൾക്കനുസരിച്ച് ദൈവവചനങ്ങൾക്കനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? അല്ല എങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കുകയില്ല. നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ നാം ആ സ്നാനം ലഭിച്ചതിന് അനുരൂപമായി നാം ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെ അതിൻ്റെ 155 വചനത്തിൽ 54 പറയുകയാണ്, നിൻ്റെ വാഗ്ദാനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. അപ്പം വീണ്ടെടുപ്പ് വേണം, വാഗ്ദാനപ്രകാരമുള്ള ജീവൻ വേണം. പിന്നെ 156 പറയുകയാണ്, യഹോവേ നിൻ്റെ കരുണ വലിയതാകുന്നു, നിൻ്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. അപ്പം വാഗ്ദാനപ്രകാരം ജീവിക്കണം, ദൈവിക ന്യായപ്രകാരം ജീവിക്കണം. അപ്പം ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചവരായിരിക്കണം. എന്നാൽ മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. രക്ഷയുടെ പൂർത്തീകരണം നാം നിത്യജീവനിലെത്തുക എന്നുള്ളതാണ്. അവിടെയാണ് രക്ഷയുടെ പൂർത്തീകരണം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് രക്ഷയുടെ പൂർത്തീകരണത്തിലെത്തുവാൻ തക്കവണ്ണം ആണോ നാം നമ്മുടെ ജീവിതം നയിക്കുന്നത് എന്നുള്ളതാണ്. നാം സ്നാനപ്പെട്ടതുകൊണ്ട് നാം സ്വർഗത്തിൽ പോവുകയില്ല. അത് സ്നാനപ്പെട്ടവർ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചില്ല എങ്കിൽ സ്വർഗം കരസ്ഥമാക്കുവാൻ കഴിയുകയില്ല. സങ്കീർത്തനം 50 പറയുകയാണ്, 50 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളിച്ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം? നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിൻ്റെ പുറകിലെറിഞ്ഞു കളഞ്ഞല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിൻ്റെ വായി നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിൻ്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു, നീ ഇരുന്ന് നിൻ്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെപ്പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു, നിൻ്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. അപ്പം നോക്കിക്കേ, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം എപ്രകാരമായിരിക്കണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. രക്ഷയുടെ പൂർത്തീകരണത്തിലെത്തണമെങ്കിൽ നാം ദുഷ്ടന്മാരായിരിക്കാൻ ഇടയാകരുത്. ദൈവത്തിൻ്റെ ചട്ടങ്ങളെ അനുസരിക്കാത്തവരെല്ലാം ദുഷ്ടന്മാരാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം ജീവിക്കുക, ദൈവത്തിൻ്റെ ന്യായപ്രകാരം ജീവിക്കുക, വീണ്ടെടുക്കപ്പെട്ട ജനമായി മാറുക, ഇതൊക്കെയും അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.